ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശിവധ്യാന മന്ത്രം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ ഒരു ശിവധ്യാന മന്ത്രം ഇതിൽ 6 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ ഭഗവാനെ നമസ്കരിക്കുന്ന, മഹാദേവനെ നമസ്കരിക്കുന്ന ശ്ലോകങ്ങളാണ്. അത് കഴിഞ്ഞ് അവസാനത്തെ 6ാമത്തെ ശ്ലോകം ഭഗവാന്റെ മൃത്യുഞ്ജയ ഭാവത്തെ ധ്യാനിക്കുന്ന ശ്ലോകമാണ്. അപ്പോൾ ഈ ഒരു ശിവധ്യാന മന്ത്രം ആദ്യം ഞാൻ അത് ചൊല്ലാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ വിശദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹര ശംഭോ മഹാദേവ വിശ്വേശ അമരവല്ലഭ ശിവശങ്കര സർവാത്മൻ നീലകണ്ഠ നമോസ്തുതേ. കാലകാലകലാനാഥ കലാകലിതശേഖര പാർവതീകാന്തകാമാരേ പാഹി മാം പരമേശ്വര. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരാ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരീ. കൈലാസേ കമനീയരത്നഖചിതേ കൽപദ്രുമൂലേഷ്ഠിതേ കർപ്പൂരസ്ഫടികേന്ദുസുന്ദരതനും കാർത്യായിനി സേവിതം ഗംഗാതുംഗതരംഗരഞ്ജിതജടാഭാരം കൃപാസാഗരം കണ്ഡാലം കൃതശേഷഭൂഷണമഹം മൃത്യുഞ്ജയം ഭാവയേ. ഇതാണ് ഈ ശിവധ്യാന മന്ത്രം. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ ശ്ലോകമായിട്ടെടുത്ത് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1ാമത്തെ ശ്ലോകം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അപ്പോൾ ഇവിടെ ശിവം എന്ന് പറഞ്ഞാൽ മംഗളമായത് എന്നാണ് അർത്ഥം. ശിവം എന്നർത്ഥം മംഗളം. ശിവകരം എന്ന് പറഞ്ഞാൽ മംഗളകരൻ എന്നർത്ഥം, മംഗളത്തെ ചെയ്യുന്നവൻ എന്നർത്ഥം. ശാന്തം, ശാന്തം അതായത് ശാന്തമായ അവസ്ഥ എന്നുള്ളതാണ്. ശിവാത്മാനം, ആത്മസാക്ഷാത്കാരം എന്നർത്ഥമുണ്ട്. ശിവോത്തമം, ശ്രേഷ്ഠനായവൻ എന്നർത്ഥം. ഇനി ശിവമാർഗപ്രണേതാരം, ശിവമാർഗം എന്ന് പറഞ്ഞാൽ മംഗളമായ മാർഗം എന്നുള്ള അർത്ഥമാണ്. ആ വഴിയിലേക്ക്, ആ മാർഗത്തിലേക്ക്, ആ ഗതിയിലേക്ക്. പ്രണേതാരം, പ്രണേത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വഴിയിലേക്ക് നയിക്കുന്നവൻ, ആ നായകൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ആ ഒരു ശ്രേഷ്ഠ മാർഗത്തിലേക്ക്, മംഗളമായ മാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നർത്ഥമാണ് അവിടെ. ശിവമാർഗ പ്രണേതാരം. അപ്പോൾ അങ്ങനെയുള്ള പ്രണതോസ്മി സദാശിവം, സദാശിവം പ്രണതഃ അസ്മി. അങ്ങനെയുള്ള ഭഗവാൻ മഹാദേവനെ, സദാശിവനെ പ്രണതഃ അസ്മി, പ്രണതോസ്മി. പ്രണതോസ്മി നമ്മളത് പിരിക്കുമ്പോൾ പ്രണത പ്ലസ് അസ്മി എന്ന് വരും. അപ്പോൾ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ഒന്നുകൂടി ഞാൻ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും പറയാം. മംഗളമായതും മംഗളകരനായതും അല്ലെങ്കിൽ മംഗളത്തെ ചെയ്യുന്നവനും ശാന്തസ്വരൂപനും
മംഗളകരമായ മാർഗത്തിൽ അല്ലെങ്കിൽ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നവനും സ്വയം ശാന്തനായവനും ശ്രേഷ്ഠനായവനും സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെ മംഗളകരമായ പാതയിലേക്ക് നയിക്കുന്നവനുമായ സദാശിവനെ ശിവഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായും അർത്ഥം. ഇനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ വിശദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. അപ്പോൾ അവിടെ നമഃ ശിവായ, അവിടെ ഭഗവാനെ നമസ്കരിക്കുന്നു, ശിവനായിക്കൊണ്ട് നമസ്കാരം. നമഃ ശിവായ എന്ന് പറഞ്ഞാൽ ശിവനായിക്കൊണ്ട്, മഹാദേവനായിക്കൊണ്ട് നമസ്കാരം. ശാന്തായ, ശാന്തനായ ഭഗവാന്. ശാന്തായ എന്ന് പറയുമ്പോഴും അവിടെ ശാന്തനായ അല്ലെങ്കിൽ നിർമ്മലനായ സമാധാനത്തിൻ്റെ സ്വരൂപമായ, ശാന്തിയുടെ സ്വരൂപമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശുദ്ധായ, ശുദ്ധസ്വരൂപമായ ഭഗവാന് നമസ്കാരം. പരമാത്മനെ, പരമാത്മാവായ ഭഗവാൻ എന്നുള്ള അർത്ഥമാണ്. പരമാത്മാവായ. ഇനി വിശദാനന്ദ രൂപായ. വിശദാനന്ദ എന്ന് പറയുമ്പോൾ അവിടെ വിശദ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് ശാന്തം, നിർമ്മലമായ എന്നൊക്കെ അർത്ഥം. ഉജ്ജ്വല സ്വരൂപൻ എന്നൊക്കെ പറയാം. അപ്പോൾ വിശദാനന്ദ രൂപം എന്ന് പറയുമ്പോൾ നിർമ്മലമായ അല്ലെങ്കിൽ ഉജ്ജ്വലമായ ആനന്ദരൂപനായ ഭഗവാൻ എന്നർത്ഥം. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തയേ നമ എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ശിവഭഗവാന്റെ ഒരു മൂർത്തിഭേദമാണ്. കൈലാസത്തിൽ തെക്കോട്ട് ദർശനമായിട്ട് ഇരിക്കുന്ന ഭഗവാനെയാണ് ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ മൂർത്തിഭേദമാണ്. അപ്പോൾ ഒന്നുകൂടെ ആ രണ്ടാം ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പൂർണ്ണമായിട്ട് പറയാം. ശാന്തസ്വരൂപനായ ശിവനായിക്കൊണ്ട്, ശിവൻ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ ശാന്തസ്വരൂപനും അതുപോലെ തന്നെ ശാന്തസ്വരൂപനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശുദ്ധനായ പരമാത്മാവും നിർമ്മലനും ആനന്ദസ്വരൂപനുമായ ദക്ഷിണാമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് രണ്ടാം ശ്ലോകത്തിലെ അർത്ഥം വരുന്നത്. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ഹര ശംഭോ മഹാദേവ വിശ്വേശ അമരവല്ലഭ ശിവശങ്കര സർവാത്മൻ നീലകണ്ഠ നമോസ്തുതേ. അപ്പോൾ അവിടെ ഹര എന്ന് പറഞ്ഞാലും ഹര ശിവൻ എന്നാണ് അർത്ഥം. ശിവൻ്റെ നാമമാണ് ഹര. ശംഭോ എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് തന്നെയാണ്. അതായത് ശംഭോ എന്ന് പറയുന്നത് ശം കരോതി എന്നാണ്. അതായത് മംഗളത്തെ ചെയ്യുന്നവൻ, ശുഭമുണ്ടാക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട് ശംഭു എന്ന അർത്ഥം, ശംഭു എന്ന പദത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ശുഭമുണ്ടാക്കുന്നവനായ ശിവൻ, അതാണ് ശംഭു. മഹാദേവൻ, അതും ഭഗവാന്റെ നാമമാണ്. വിശ്വേശ, വിശ്വത്തിൻ്റെ ഈശനായ ശിവൻ. അമരവല്ലഭ, അമര എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൻ, നാശമില്ലാത്തവൻ എന്നർത്ഥം. അതുപോലെ അമരവല്ലഭ ശിവശങ്കര സർവാത്മൻ, സർവാത്മൻ സർവ്വജീവജാലങ്ങളിലും ആത്മാവായിട്ടിരിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. പരമാത്മാവെന്നും എടുക്കാം. അതുപോലെ സകലതിലും ആത്മാവായി കുടികൊള്ളുന്നവൻ, അതാണ് സർവാത്മൻ എന്നർത്ഥം. നീലകണ്ഠൻ, അതും ഭഗവാന്റെ നാമധേയം. അങ്ങനെയുള്ള ഭഗവാന് നമോസ്തുതേ, ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ അവിടെ മൂന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് മുഴുവനായിട്ട് പറയാം. ശുഭമുണ്ടാക്കുന്നവനും, അതാണ് ശംഭു എന്നുള്ളതിൻ്റെ. ശുഭമുണ്ടാക്കുന്നവനും വിശ്വത്തിൻ്റെ ഈശനും മരണമില്ലാത്തവനും സകല ജീവജാലങ്ങളിലും ആത്മാവായി കുടികൊള്ളുന്നവൻ, പരമാത്മനും അല്ലെങ്കിൽ സകല അതാണ് സർവാത്മൻ എന്ന് പറയുമ്പോൾ സകല ജീവജാലങ്ങളിലും ആത്മാവായി കുടികൊള്ളുന്നവനും നീലകണ്ഠനുമായ ശിവനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് മൂന്നാം ശ്ലോകത്തിലെ അർത്ഥം വരുന്നത്.
അതുപോലെ ഇനി 4-ാം ശ്ലോകം വായിക്കാം. കാലകാല കലാനാഥ കലാകലിതശേഖര പാർവതീകാന്ത കാമാരേ പാഹി മാം പരമേശ്വര. അപ്പോൾ അവിടെ കാല എന്ന് പറഞ്ഞാലും ശിവൻ എന്നാണ് അർത്ഥം. കാലകാല കലാനാഥ കലാകലിത ശേഖര, അതായത് കല എന്ന് പറയുമ്പോൾ അവിടെ ചന്ദ്രകലയാണ്, ചന്ദ്രൻ എന്നുള്ള അർത്ഥമാണ്. കലിതം എന്ന് പറഞ്ഞാൽ ധരിച്ചത്, ശേഖര എന്ന് പറഞ്ഞാൽ ശിരോഭൂഷണമാണ്. അപ്പോൾ ചന്ദ്രക്കലയെ ശിരോഭൂഷണമായി അണിഞ്ഞിരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് അവിടെ കലാകലിത ശേഖര എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പറയുന്നു പാർവതീകാന്ത, പാർവതീദേവിയുടെ പതിയായ ഭഗവാൻ. കാമാരേ എന്ന് പറയുന്നതും ശിവൻ്റെ കാമാരി എന്ന ഭഗവാന്റെ നാമമാണ് കാമാരി. അതുപോലെ പാഹി മാം പരമേശ്വര, അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ മാം പാഹി, പരമേശ്വരനായ ലോക സൃഷ്ടികർത്താവായ എന്നർത്ഥമുണ്ട് പരമേശ്വരൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ മാം പാഹി, എന്നെ, പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കണമേ, മാം എന്ന് പറയുമ്പോൾ എന്നെ, മാം പാഹി എന്നെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ 4-ാമത്തേതിൻ്റെ അർത്ഥം, ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും പറയാം. ചന്ദ്രകലയെ ശിരോഭൂഷണമായി ധരിച്ചവനും പാർവതീദേവിയുടെ പതിയും ലോക സൃഷ്ടികർത്താവുമായ ശിവഭഗവാനെ ശിവഭഗവാൻ എന്നെ രക്ഷിക്കണമേ, പാഹി മാം പരമേശ്വര, ശിവഭഗവാൻ എന്നെ രക്ഷിക്കണമേ എന്നാണ് 4-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി 5-ാം ശ്ലോകം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വര, തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വരി എന്നാണ്. അപ്പോൾ ഇനി അതിൽ പറയുന്നത് അന്യഥാ ശരണം നാസ്തി, എനിക്ക് മറ്റു കൂടാതെ, അങ്ങേ കൂടാതെ മറ്റു പ്രകാരത്തിലുള്ള ഒരു ശരണം എനിക്കില്ല ഭഗവാനെ എന്നാണ് പറയുന്നത് അവിടെ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ, അങ്ങ് തന്നെയാണ് മമ ശരണം, എൻ്റെ ശരണം, എനിക്ക് മറ്റൊരു ശരണമില്ല എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ്. അതുകൊണ്ട് കാരുണ്യഭാവേന രക്ഷ മഹേശ്വര, അതുകൊണ്ട്, അതായത് എനിക്ക് മറ്റൊരു ശരണം ആശ്രയമില്ലാത്തത് കൊണ്ട് അങ്ങ് തന്നെയാണ് എൻ്റെ ശരണം, അതുകൊണ്ട് കാരുണ്യഭാവം കൈക്കൊണ്ട് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്നാണ് അവിടെ, രക്ഷിക്കണേ മഹേശ്വര എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. അതുപോലെ അടുത്ത വരിയിൽ തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വരി എന്നും പറയുന്നുണ്ട്. മഹേശ്വരി എന്ന് പറയുമ്പോൾ അവിടെ ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ്. അപ്പം ആ കാരുണ്യഭാവത്തോടെ ദേവിയും എന്നെ രക്ഷിക്കണേ, പാർവതീ ദേവിയോടും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒന്നുകൂടെ അർത്ഥം മുഴുവനായിട്ട് പറയാം. എനിക്ക് മറ്റു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ആശ്രയമില്ല ഭഗവാനെ, അങ്ങ് തന്നെയാണ് എൻ്റെ ശരണം, അങ്ങേ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു, അതുകൊണ്ട് കാരുണ്യഭാവത്തെ കൈക്കൊണ്ട് അല്ലയോ മഹേശ്വര എന്നെ രക്ഷിക്കണമേ. അതുപോലെ പാർവതീദേവിയും കാരുണ്യഭാവം കൈക്കൊണ്ട് എന്നെ രക്ഷിക്കണമേ ദേവി എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അവസാനത്തെ 6-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ മൃത്യുഞ്ജയ ഭാവത്തെ ധ്യാനിക്കുന്ന ശ്ലോകമാണ്. അപ്പോൾ അവിടെ കൈലാസേ കമനീയ രത്നഖചിതേ കൽപദ്രുമൂലേഷ്ഠിതേ കർപ്പൂരസ്ഫടികേന്ദു സുന്ദരതനും കാർത്യായിനീ സേവിതം ഗംഗാതുംഗതരംഗരഞ്ജിതജടാഭാരം കൃപാസാഗരം കണ്ഡാലംകൃതശേഷഭൂഷണമഹം മൃത്യുഞ്ജയം ഭാവയേ എന്നാണ്. അപ്പോൾ അവിടെ കൈലാസേ കമനീയ രത്നഖചിതേ, കൈലാസത്തിൽ കമനീയ രത്നഖചിതം, രത്നം പതിച്ച കമനീയമായ
കൽപ്പദ്രു മൂലേഷ്ഠിതേ. അപ്പോൾ അങ്ങനെയുള്ള രത്നം പതിച്ച കൽപ്പദ്രിയിൽ കൽപ്പവൃക്ഷത്തിൽ കൽപ്പവൃക്ഷ ചുവട്ടിലിരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. കർപ്പൂര സ്ഫടികേന്ദു സുന്ദരതനും. കർപ്പൂര സ്ഫടികം എന്ന് പറയുന്നത് സൂര്യകാന്തക്കല്ല്, പളുങ്കിതെല്ലാം വെളുത്ത നിറത്തെ സൂചിപ്പിക്കുന്നവയാണ്. കർപ്പൂരം, സ്ഫടികം, ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം വെളുത്ത നിറമാണ്. അപ്പോൾ അങ്ങനെ ഇതിനൊക്കെ തുല്യമായ വെളുത്ത നിറമുള്ള സുന്ദരതനും, ഭംഗിയുള്ള മനോഹരമായ വെളുത്ത നിറമുള്ള വെളുത്ത ശരീരത്തോടു കൂടിയ ഭഗവാൻ എന്നുള്ളതാണ്. അതുപോലെ കാർത്യായനി സേവിതം, ദേവിയാൽ, പാർവതീ ദേവിയാൽ സദാ സേവിക്കപ്പെടുന്നവനായ ഭഗവാൻ. ഗംഗാ തുംഗതരംഗ രഞ്ജിത ജടാഭാരം. അപ്പോൾ അവിടെ ആ വരിയുടെ അർത്ഥം ഗംഗാ തുംഗതരംഗ രഞ്ജിത ജടാഭാരം എന്ന് പറയുമ്പോൾ അവിടെ കരുണാസാഗരമായ ഗംഗ ജടാഭാരത്തിൽ രഞ്ജിക്കപ്പെട്ടവനും എന്നുള്ള അർത്ഥമാണ്. കൃപാസാഗരം, കരുണക്കടൽ, കാരുണ്യത്തിൻ്റെ കടലായ ഭഗവാൻ. ഇനി ഭഗവാന്റെ കഴുത്തിലെന്താണ്? കണ്ഠാലങ്കൃത ശേഷഭൂഷണം അഹം മൃത്യുഞ്ജയം ഭാവൈ. അപ്പം ഭഗവാന്റെ കണ്ഠത്തിൽ നാഗത്തെ, വാസുകിയാണല്ലോ ഭഗവാന്റെ കഴുത്തിൽ ഇതായിട്ട് അലങ്കാരമായിട്ടുള്ളത്. അപ്പോൾ ആ കണ്ഠത്തിലുള്ള ആ ശേഷഭൂഷണം, ആ നാഗത്തിൻ്റെ ആ അലങ്കാരത്തെ, അതെല്ലാം ഞാൻ അങ്ങനെയുള്ള ഭഗവാന്റെ മൃത്യുഞ്ജയ ഭാവത്തെ, അഹം മൃത്യുഞ്ജയം ഭാവേ, അങ്ങനെയുള്ള ഭഗവാന്റെ മൃത്യുഞ്ജയ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം പറയാം. കൈലാസത്തിൽ മനോഹരമായ രത്നം പതിച്ച കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നവനും കർപ്പൂരം, സ്ഫടികം, ചന്ദ്രൻ എന്നിവ ഇവകൾക്കെല്ലാം തുല്യമായ വെളുത്ത നിറമുള്ള സുന്ദരമായ ശരീരത്തോടു കൂടിയവനും പാർവതീ ദേവിയാൽ സദാ സേവിക്കപ്പെടുന്നവനും കരുണാസാഗരമായ ഗംഗ ജടാഭാരത്തിൽ രഞ്ജിക്കപ്പെട്ടവനും കണ്ഠത്തിൽ നാഗത്തെ അലങ്കാരമായി ധരിച്ചിരിക്കുന്നവനുമായ ഭഗവാന്റെ ആ മൃത്യുഞ്ജയ ഭാവത്തെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ അതാണ് ആ അവസാനത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ഇതൊരു വലിയ ഒരു ധ്യാനമായതുകൊണ്ട് ഇനി ഇത് മുഴുവനായിട്ടും അർത്ഥം പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓരോ ശ്ലോകങ്ങളും നന്നായി അർത്ഥം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഈ ശ്ലോകങ്ങൾ മുഴുവനായിട്ടും ഈ ധ്യാനമന്ത്രം ഒന്നുകൂടെ ചൊല്ലിയിട്ട് നമുക്കിത് പൂർത്തിയാക്കാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ വിശദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹര ശംഭോ മഹാദേവ വിശ്വേശ അമരവല്ലഭ ശിവശങ്കര സർവാത്മൻ നീലകണ്ഠ നമോസ്തുതേ. കാലകാലകലാനാഥ കലാകലിതശേഖര പാർവതീകാന്തകാമാരേ പാഹി മാം പരമേശ്വര. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.
कैलासे कमनीयरत्नखचिते कल्पद्रुमूलेष्टिते कर्पूरस्फटिकेन्दुसुन्दरतनुं कात्यायिनी सेवितं गङ्गातुङ्गतरङ्गरञ्जितजडाभारं कृपासागरं कण्डालं कृतशेषभूषणमहं मृत्युञ्जयं भावये. सर्वं गुरुपवनपुरेश्वरार्पणमस्तु.